ഓരോ പ്രാവശ്യം വെക്കേഷന് വരുമ്പോഴും വീട് വെക്കണം എന്നുള്ള ഒരു ചെറിയ പ്ലാനൊക്കെ ഇട്ടിട്ട് വരും. പക്ഷേ ഹസ്ബൻഡിന് 1 മാസം ആയിരിക്കും ലീവ്. മോളുടെ വെക്കേഷൻ 2 മാസം ആയതുകൊണ്ട് അവളുടെ ആ ഒരു 2 മാസത്തെ കാലാവധിക്കായിരിക്കും ഞങ്ങൾ നാട്ടിൽ വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും 2 മാസം നാട്ടിലൊക്കെ കറങ്ങിയിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോകും. പിന്നെയും വീട് വെപ്പെന്ന് പറയുന്നത് വൃഥാവിലാവും. പക്ഷേ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതാരാണ്? കൊറോണയാണ് കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങളും കൊറോണ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ദുബായിലൊക്കെ ശരിക്കും ലോക്ക്ഡായിട്ട് കിടന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്, കൊറോണയുടെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ. അപ്പോഴാണ് സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കാനൊക്കെ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയറാണ്. അപ്പം പുള്ളി തന്നെയാണ് നമ്മുടെ വീടിൻ്റെ പ്ലാൻ ആദ്യമായിട്ട് വരച്ചത്. അപ്പം നമ്മൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഒന്നും തൃപ്തിയാവത്തില്ലായിരുന്നു ഹസ്ബൻഡിന്. കാരണം പുള്ളി ഈ ഒരു മേഖലയിൽ തന്നെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇവിടെ നിന്ന് ചെയ്യിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും മോളും ഇവിടെ നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ മോളെ ഇവിടെ സ്കൂളിൽ ചേർക്കുകയും ഞങ്ങൾ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും ചെയ്തു.